സീഡ് പ്രോസസ്സിങ്. സീഡ് പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ എന്താ, സാധാരണ നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് കുറേ സീഡ്സ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ടാണോ അടുത്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ സ്ഥിരം വാങ്ങുന്ന അരിയായാലും അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ആയാലും നമുക്കറിയാൻ പറ്റും. സാധാരണ വലിയ ഫ്രൂട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും സീഡ്സ് ആണെങ്കിൽ അതിനും സീഡ് പ്രോസസ്സിങ് ഉണ്ട്, എന്നാലും അത് ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ചെറിയ അളവിലുള്ള ഹ്യൂജ് എമൗണ്ടിൽ കിട്ടുന്ന സീഡ്സൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് സീഡ് പ്രോസസ്സിങ് ചെയ്തില്ലെങ്കിൽ അത് പിന്നീടുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മൾ ഈ അടുത്ത ഘട്ടത്തിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്കത് ഫുഡായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് കറക്റ്റ് ക്വാളിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിലുള്ള സീഡ്സ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സീഡ് പ്രോസസ്സിങ് എന്ന് പറയുന്നത്. കുറേ ടെക്നിക്സ് വെച്ചിട്ടാണ് ഈ ഒരു സീഡ് പ്രോസസ്സിങ് ചെയ്യുന്നത്. Seed processing is the series of processes that contains removal of undesirable materials, weed seeds, other crop seeds, and inert matter, and after that the seed is uniformly sized, dried to save moisture content, treated, tested, and bagged. അപ്പോൾ എന്താ സീഡ് പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സീരീസ് ഓഫ് പ്രോസസ്സസ്. ഇത് കുറേ പ്രോസസ്സുകളുടെ ഒരു സീരീസാണ്, അതായത് കുറേ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. ദാറ്റ് കണ്ടെയ്ൻസ്, അതിൽ എന്തൊക്കെ പ്രോസസ്സ് ഇൻവോൾവ് ആവും? ദ റിമൂവൽ ഓഫ് അൺഡിസൈറബിൾ മെറ്റീരിയൽസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള സീഡ്സ് പോരാതെ മറ്റെന്ത് ആവശ്യമില്ലാത്ത സാധനം അതിൽ വന്നാലും അതിനെ നമ്മൾ റിമൂവ് ചെയ്യും. എക്സാമ്പിൾ പറയുന്നത് വീഡ് സീഡ്സ്. നമ്മുടെ ഈ ക്രോപ്പിൻ്റെ സീഡ് അല്ലാതെ തന്നെ മറ്റു കളകൾ ഇത് വളരുന്നതിൻ്റെ കൂടെയുള്ള അതിൻ്റെ സീഡ്സ് കാണും, അത് റിമൂവ് ചെയ്യുന്നു. മറ്റിതിൻ്റെ കൂടെ വരുന്ന ക്രോപ്സ്, ചിലപ്പോൾ നമ്മൾ ഇത് കൊണ്ട് ഗോഡൗണിലൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് മറ്റ് ക്രോപ്പ് സീഡ്സ് ഇതിലോട്ട് കലരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മറ്റെന്തെങ്കിലും ക്രോപ്സ് വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. ഇത് പോരാതെ തന്നെ മറ്റ് ഇനേർട്ട് മാറ്റർ, ഈ പ്ലാന്റിൻ്റെ പാർട്സ് ആവാം, അല്ലെങ്കിൽ സ്റ്റോണോ സാൻഡോ, അങ്ങനത്തെ എന്ത് പാർട്ടിക്കിളോ ആവാം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സീഡ് പോരാതെ മെറ്റീരിയൽസ് ഉണ്ടോ, അൺഡിസൈറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടോ, അതിനെയെല്ലാം നമ്മൾ ഈ ഒരു സീഡ് പ്രോസസ്സിങ്ങിൽ റിമൂവ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ദ സീഡ് ഈസ് യൂണിഫോംലി സൈസ്ഡ്. സീഡ്സ് ഒരേ സൈസ് ആണോ എന്ന് നോക്കും, യൂണിഫോംലി സൈസ്ഡ് ആക്കുന്നു. ദെൻ ഡ്രൈഡ് ടു സേഫ് മോയ്സ്ചർ കണ്ടൻറ്റ്, സേഫ് ആയിട്ടുള്ളൊരു മോയ്സ്ചർ കണ്ടൻറ്റിലോട്ട് ഇത് നമുക്ക് ലോങ് ടൈം എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കറിയാം ഇത് സീഡ്സ് എന്ത് ചെയ്യുന്നു, ജെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഇത് ജെർമിനേഷൻ പ്രോസസ്സ് നടക്കാത്ത രീതിയിലാക്കി വെക്കണം. എങ്കിലേ നമുക്കത് ലോങ് ടൈം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വരുന്നത് ട്രീറ്റ് ചെയ്യും നമ്മളിതിനെ, ഫംഗിസൈഡോ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡോ ഒക്കെ വെച്ച് മറ്റൊന്നും കൊണ്ട് ഇത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ദെൻ ടെസ്റ്റഡ്, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യും. ദെൻ ബാഗ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദ ഫർദർ പർപ്പസസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ എന്നിട്ട് ബാഗ് ചെയ്യും, പ്രോപ്പറായിട്ട് ലാബൽ ചെയ്ത് ബാഗൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഓരോ സ്റ്റെപ്സും പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സീഡ് പ്രോസസ്സിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ സീരീസ് ഓഫ് പ്രോസസ്സസ് that contains removal of undesirable materials, and after that the seed is uniformly sized and dried to save moisture content, treated, tested and bagged. ദെൻ ഈ ഒരു ഫിഗറിൽ നമുക്കറിയാം റോ സീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റോ സീഡ്സിൽ എന്തൊക്കെ കാണും, സ്ട്രോ ആൻഡ് സ്റ്റെംസ്. നമ്മുടെ ഈ പ്ലാന്റിൻ്റെ തന്നെ സ്ട്രോയും, അപ്പോൾ അരിയാണെങ്കിൽ പോലും തന്നെ അതിൻ്റെ വൈക്കോലും അങ്ങനത്തെ പാർട്ടിക്കിൾ ഒക്കെ കാണും. അപ്പോൾ ആ സ്ട്രോയും സ്റ്റെംസും ഒക്കെ റിമൂവ് ചെയ്യുന്നു, ചാഫ് റിമൂവ് ചെയ്യുന്നു, ലീവ്സ് റിമൂവ് ചെയ്യുന്നു. ദെൻ ക്ലീൻഡ് സീഡ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, അത് കിട്ടുന്നു. സാൻഡ് റിമൂവ് ചെയ്യാം, അതർ സീഡ്സ്, ഷ്രിവൽഡ് ഓർ റോട്ടൺ സീഡ്സ് ഓർ ഡിസീസ്ഡ് സീഡ്സ്. നല്ല സീഡ്സ് മാത്രം എടുത്തിട്ട് ഡിസീസ്ഡ് ആയിട്ടുള്ളതിനെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് 6 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഡ്രൈയിങ്, ക്ലീനിങ്, ഗ്രേഡിങ്, ബാഗിങ് ആൻഡ് ലാബലിംഗ്, ട്രീറ്റിംഗ്, ടെസ്റ്റിംഗ്. ഇതിൻ്റെ ഒരു ജിസ്റ്റ് ആയിട്ടുള്ളൊരു ഫോമാണ്.
എന്താണ് ഓരോന്നും എന്നുള്ള ഡെഫിനിഷൻ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഡ്രൈയിങ് ഈസ് ദ റിമൂവൽ ഓഫ് മോയ്സ്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഹോൾ സീഡ്. ആ മുഴുവൻ സീഡിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ദെൻ ക്ലീനിങ് ഈസ് ദ സെപ്പറേഷൻ ഓഫ് ഇനർട്ട് മാറ്റർ, വീഡ് സീഡ്സ് ആൻഡ് അതർ ക്രോപ്പ് സീഡ്സ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ഒരു സീഡിൻ്റെ കൂടെ വരുന്ന ഇനർട്ട് മാറ്ററും മറ്റ് വീഡ്സിൻ്റെ സീഡും അതർ ക്രോപ്സിൻ്റെ സീഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നു. ദെൻ ഗ്രേഡിങ് ഈസ് ദ റിമൂവൽ ഓഫ് സ്മോളർ ആൻഡ് ഷ്രിവൽഡ് സീഡ്സ് ഫ്രം ദ വെൽ ഫിൽഡ് ഹെൽത്തി സീഡ്സ്. അതായത് കുറേ ഹെൽത്തി സീഡ്സ് കാണും. അപ്പോൾ ആ ഒരു സീഡ്സിൻ്റെ കൂടെയുള്ള ചെറിയ സൈസായിപ്പോയതും മറ്റ് ഷ്രിവൽഡ് ഉണങ്ങിയതും ഷേപ്പ്ലെസ് ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും കേടൊക്കെ സംഭവിച്ച സീഡ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ ഗ്രേഡാക്കും, പല ഗ്രേഡിലുള്ള സീഡ്സാക്കി എടുക്കും. അപ്പോൾ നല്ല പ്രോപ്പറായിട്ടുള്ള ഫീനോടൈപ്പ് ഉള്ളതിനെ എന്ത് ചെയ്യുന്നു, ഹൈ ക്വാളിറ്റി സീഡ്സായിട്ട്, മറ്റ് കുറച്ചൊക്കെ ഒരു ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഷേപ്പിലും സൈസിലും ഒക്കെ ഡിഫറൻസ് ഉള്ളതിനെ ലോ ക്വാളിറ്റി സീഡ്സായിട്ടൊക്കെ ഗ്രേഡ് ചെയ്ത് മാറ്റും. ദെൻ ഫോർത്ത് എന്ന് പറയുന്നത് ബാഗിങ് ആൻഡ് ലാബലിംഗ്. സീഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ബാഗ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ആക്യുറേറ്റ് ലാബലിംഗ്. അതായത് സീഡ്സിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിലുള്ള ബാഗ്സിലൊക്കെ പാക്ക് ചെയ്യുന്നു. അതിൽ തന്നെ കറക്റ്റായിട്ടുള്ള ലാബലിംഗ് ഒക്കെ കൊടുക്കുന്നു. എന്ത് തരം സീഡാണ്, എന്നാണ് കളക്ട് ചെയ്തത്, എന്നാണ് പ്രോസസ്സ് ചെയ്തത്, എന്തൊക്കെ പ്രോസസ്സിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വെച്ചിട്ട് ലാബൽ ചെയ്യുന്നു. Then treating with suitable fungicide, often in combination with a insecticide. ഇതിൽ എന്ത് ചെയ്യുന്നു, ഫംഗിസൈഡ് വെച്ചിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യും സീഡ്സിനെ. അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡും വെച്ച് ചെയ്യാം. രണ്ടിൻ്റെയും കോമ്പിനേഷനായിട്ട് ട്രീറ്റിംഗ് ചെയ്യാറുണ്ട്. ഫംഗിസൈഡിൻ്റെയും ഇൻസെക്ടിസൈഡിൻ്റെയും കോമ്പിനേഷൻ വെച്ചിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട്. Then testing is used as a check on the quality of the seeds to be marketed. നമ്മൾ ഈ മാർക്കറ്റിൽ കൊടുക്കുന്നതിന് മുന്നേ, ഈ സീഡ്സ് നമ്മൾ എന്തായാലും മാർക്കറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ അതിന് മുന്നേ ഈ സീഡ്സിന് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു. അതിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Then the first step, the seed must be dried to an appropriate moisture level in order to facilitate processing, prevent losses in germination and reduce chances of insect attack during storage. അപ്പോൾ എന്താ, നമ്മൾ സീഡ്സിന് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോയ്സ്ചർ ലെവലിലോട്ട് ഡ്രൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് പ്രോസസ്സിങ്, ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. പ്രിവെൻറ്റ് ലോസ് ഇൻ ജെർമിനേഷൻ വഴി സീഡ്സ് ലോസ് ആവാതിരിക്കാനും. ദെൻ ആൻഡ് റെഡ്യൂസ് ചാൻസസ് ഓഫ് ഇൻസെക്ട് അറ്റാക്ക് ഡ്യൂറിങ് സ്റ്റോറേജ്. അപ്പോൾ ഡ്രൈഡ് സീഡ്സിനെക്കാളും മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള സീഡ്സാണ് ഇൻസെക്ട്സ് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻസെക്ട്സ് അറ്റാക്കിൻ്റെ ചാൻസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡ്രൈയിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ചെയ്യണം. ദെൻ ഇറ്റ് ജനറലി ഇൻവോൾവ്സ് റിമൂവൽ ഓഫ് മോയ്സ്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻസൈഡ് ദ ഹോൾ സീഡ്. ദിസ് മോയ്സ്ചർ ഫസ്റ്റ് റീച്ചസ് ദ സീഡ് സർഫസ് ബൈ കാപ്പിലറി ആക്ഷൻ ഫ്രം വെയർ ഇറ്റ് ഇവാപ്പറേറ്റ്സ്. അപ്പോൾ എന്താ, ആ ഒരു ഹോൾ സീഡിൻ്റെ അകത്ത് മുഴുവനായിട്ട് നിൽക്കുന്ന മോയ്സ്ചർ കണ്ടൻറ്റിനെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ആ ഒരു കാര്യമാണ് ഇതിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ കാപ്പിലറി ആക്ഷൻ വഴി സീഡിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് മുഴുവൻ സീഡിൻ്റെ സർഫസിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ദിസ് ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി സ്ലോ പ്രോസസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് അതെന്തോ ആണ്, ഒരു സ്ലോ പ്രോസസ്സാണ് ഈ ഒരു ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഡ്രൈഡ് എയ്തർ നാച്ചുറലി ഓർ ആർട്ടിഫിഷ്യലി. അപ്പോൾ ഈ ഡ്രൈയിങ് നമുക്ക് നാച്ചുറലായിട്ട് നടത്താം, ആർട്ടിഫിഷ്യലി നടത്താം. രണ്ട് മെത്തേഡ്സ് ഉണ്ട്, അതാണ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ ഡ്രൈയിങ് ഈസ് ഡൺ ബൈ സ്പ്രെഡിങ് ദ സീഡ്സ് ഓൺ ട്രേസ്, ഫ്ലോർസ് ഓർ ഫീൽഡ്സ് ഇൻ ദ ഓപ്പൺ സൺ. നാച്ചുറൽ ഡ്രൈയിങ് എന്ന് പറയുമ്പം വേറെ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേയിലോ അല്ലെങ്കിൽ ഫ്ലോർസിലോ ഫീൽഡിലോ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഓപ്പൺ സൺലൈറ്റിൽ തന്നെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സീഡ്സിനെ ഇങ്ങനെ നിരത്തിയിടുന്നു. എയർ മൂവ്മെൻറ്റ് ആൻഡ് ഹീറ്റ് ജനറേറ്റഡ് ബൈ സൺ റേസ് ഡ്രൈ ദ സീഡ്സ് ഇഫ് പ്രൊവൈഡഡ് വെതർ കണ്ടീഷൻസ് ആർ ഫേവറബിൾ. അപ്പോൾ വെതർ കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ ആണെങ്കിൽ, അതായത് നല്ല സൺലൈറ്റുള്ള ഡേയ്സിലൊക്കെ ആണെങ്കിൽ എയറിൻ്റെ മൂവ്മെൻറ്റും സൺറൈസിൽ കൂടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റും കാരണം എന്ത് ചെയ്യുന്നു, സീഡ്സ് ഡ്രൈ ചെയ്ത് കിട്ടുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡാണ് നാച്ചുറൽ ഡ്രൈയിങ് എന്ന് പറയുന്നത്. കാരണം പണ്ട് മുതലേ ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ഈസ്
ഡൺ ഡ്യൂറിങ് അൺഫേവറബിൾ വെതർ കണ്ടീഷൻ. അപ്പോൾ നാച്ചുറൽ ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ ഫേവറബിൾ വെതർ കണ്ടീഷനിലാണ് ചെയ്തിരുന്നത്. കാരണം റെയിനി സീസണിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവച്ചിട്ട് ഡ്രൈ ചെയ്യിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സൺലൈറ്റ് കുറവുള്ള സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റിൽ അങ്ങനെ നാച്ചുറലായിട്ട് ഡ്രൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്ത് അങ്ങനെയുള്ള അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് പാസിംഗ് ഓഫ് അൺഹീറ്റഡ് ഓർ ഹീറ്റഡ് എയർ ത്രൂ ദ സീഡ്സ്. അപ്പോൾ ഇതിൽ മെഷീൻസ് വെച്ചിട്ടാണ്, ഡ്രയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അൺഹീറ്റഡ് ആയിട്ടുള്ള, ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യാത്തതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തതായിട്ടുള്ള എയർ പാസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സീഡ്സിനെ ഡ്രൈ ചെയ്തെടുക്കുന്നത്. ദെൻ ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. അൺഹീറ്റഡ് എയർ ഡ്രൈയിങ്ങും ഉണ്ട്, ഹീറ്റഡ് എയർ ഡ്രൈയിങ്ങും ഉണ്ട്. ഇൻ അൺഹീറ്റഡ് എയർ ഡ്രൈയിങ് നോർമൽ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് പാസ്ഡ് ത്രൂ ദ സീഡ്. അപ്പോൾ അൺഹീറ്റഡിലാണെങ്കിൽ നോർമൽ അറ്റ്മോസ്ഫിയറിക് എയർ ആണ് സീഡ്സിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഫോർ എഫക്റ്റീവ് ഡ്രൈയിങ് ദ എയർ ഷുഡ് ഹാവ് എ ലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ എഫക്റ്റീവ് ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ട് എയർ എന്ത് ആയിരിക്കണം, ലോ ഹ്യൂമിഡിറ്റി ഉള്ളതായിരിക്കണം. സോ ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ മോയ്സ്റ്റ് വെതർ. അതുകൊണ്ട് എന്തല്ല, മോയ്സ്റ്റ് വെതറിൽ ഇത് എഫക്റ്റീവ് അല്ല. കാരണം നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയർ ആണ് പാസ് ചെയ്യുന്നത്. ആ സമയത്ത് മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള ഹ്യൂമിഡ് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, എഫക്റ്റ് ഉണ്ടാവില്ല, സീഡ്സ് ഡ്രൈ ആവുന്ന ചാൻസ് കുറവായിരിക്കും. ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ് ആൻഡ് എ ലാർജ് ഡ്രൈയിങ് സ്പേസ് ഈസ് നീഡഡ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഇതൊരു സ്ലോ പ്രോസസ്സാണ്, അതുപോലെ തന്നെ ലാർജ് ഡ്രൈയിങ് സ്പേസും ആവശ്യമാണ്. സ്ലോ ഡ്രൈയിങ് മേ ലീഡ് ടു ഗ്രോത്ത് ഓഫ് മോൾഡ്സ് കോസസ് ഡാമേജ് ടു ദ സീഡ്സ്. അപ്പോൾ ഈ സ്ലോ ഡ്രൈയിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, മോൾഡ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും കാരണമാവും ഈ അൺഹീറ്റഡ് എയർ ഡ്രൈയിങ്ങിൽ. അതുവഴി തന്നെ സീഡ്സ് എന്താവാം, ഡാമേജ് ആവാം. അഡ്വാൻറ്റേജസ്: റിക്വയർഡ് ലോ ഇനിഷ്യൽ കോസ്റ്റ്, നോ എക്സ്പെൻസ് ഓൺ ഫ്യുവൽ, നോ ഡേഞ്ചർ ഓഫ് ഫയർ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഫ്യുവലിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെൻസ് ഒന്നും ഒത്തിരി ഒന്നും ചിലവാക്കേണ്ട കാര്യമില്ല. ഫയർ കൊണ്ടുള്ള ഡേഞ്ചേഴ്സ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കാരണം ഹീറ്റഡ് അല്ലല്ലോ, നമ്മൾ ജസ്റ്റ് അറ്റ്മോസ്ഫിയറിക് എയർ പാസ് ചെയ്തിട്ടാണിത് ഡ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി എക്സ്പെൻസ് ഉള്ള മെഷീൻസ് ഒന്നും നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അതുപോലെ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്യുവൽസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല ഒത്തിരി. അതുപോലെ തന്നെ ഫയറിൻ്റെ ഡേഞ്ചറൊന്നും ഉണ്ടാവുന്നില്ല. ദെൻ ദ സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഹീറ്റഡ് എയർ ഡ്രൈയിങ്. ഹീറ്റഡ് എയർ ഡ്രൈയിങ് മെത്തേഡ്സ് ഇൻവോൾവ്സ് പാസിംഗ് ഓഫ് ഹീറ്റഡ് എയർ ത്രൂ ദ സീ. ഇതിലെന്താ, ഹീറ്റഡ് എയർ ആണ് പാസ് ചെയ്യിക്കുന്നത്. ഇറ്റ് ഈസ് എ ക്വിക്കർ, ഫാസ്റ്റർ ആൻഡ് റിക്വേഴ്സ് ലെസ് ഡ്രൈയിങ് സ്പേസ്. ഇത് ക്വിക്കറാണ്, ഫാസ്റ്റർ മെത്തേഡാണ്, അതുപോലെ തന്നെ ലെസ് ഡ്രൈയിങ് സ്പേസേ ആവശ്യമായിട്ടുള്ളൂ. ഡ്രൈയിങ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വെതർ കണ്ടീഷൻസ്. വെതർ കണ്ടീഷൻസ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം മോയ്സ്ചർ കണ്ടീഷൻ ആണെങ്കിലും എന്താ, വെതർ കണ്ടീഷൻ റെയിനി സീസൺ ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ എയറിനെ ഹീറ്റ് ചെയ്തിട്ടാണ് ഡ്രൈ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ഏതൊരു കണ്ടീഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹൈ ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ്. ഇവിടുത്തെ നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എക്യുപ്മെൻറ്റ്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിനും അതിൻ്റെ മെയിൻ്റനൻസിനും ഒക്കെ എന്താണ്, കോസ്റ്റ് ആവശ്യമാണ്. റിക്കറിങ് കോസ്റ്റ് ഓഫ് ഫ്യുവലിന് നമ്മൾ ഹീറ്റ് ചെയ്യണമല്ലോ, എയറിനെ ഹീറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫ്യുവൽസ് ആവശ്യമായിട്ട് വരും. ഫ്യുവൽ അതിൻ്റെ എന്താണ്, സ്ഥിരം കോസ്റ്റ് അതിന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഡേഞ്ചർ ഓഫ് ഫയർ ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പോസിബിലിറ്റി ഓഫ് ഓവർ ഹീറ്റിംഗ് ദ സീഡ് വിച്ച് മേ റെഡ്യൂസ് ജെർമിനേഷൻ. അതുപോലെ തന്നെ ഈ സീഡ്സിൻ്റെ ഓവർ ഹീറ്റിങ്ങിനും ചിലപ്പോൾ ഇത് കാരണമാവാം. കറക്റ്റ് ടൈമിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സീഡ്സ് ഓവർ ഹീറ്റ് ആവാം. അതുവഴി അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ ജെർമിനേഷനൊക്കെ അഫക്റ്റ് ചെയ്യാം, ജെർമിനേഷൻ റേറ്റ് കുറയാം. ദെൻ ക്ലീനിങ് ആൻഡ് ഗ്രേഡിങ്. സെപ്പറേഷൻ ഓഫ് ഇനർട്ട് മാറ്റർ, വീഡ് സീഡ്സ് ഓഫ് അതർ ക്രോപ്സ് ഫ്രം ദ സീഡ്സ്. എന്താ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇനർട്ട് മാറ്ററും വീഡ് സീഡ്സും മറ്റ് സീഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. സീഡ്സ് ഫ്രം ഡിഫറെൻറ്റ് ക്രോപ്സ് ഡിഫർ ഇൻ സൈസ്, ഷേപ്പ്, കളർ, സർഫസ് സ്മൂത്ത്നെസ്, വെയ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, സ്റ്റിക്കിനെസ് എക്സെട്ര. അപ്പോൾ ഡിഫറെൻറ്റ് ക്രോപ്സിൻ്റെ സൈസ് ഡിഫർ ആവാം. സൈസിൽ മാത്രമല്ല ഒരുപാട് ക്യാരക്ടേഴ്സിൽ ഓരോ ക്രോപ്സും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ സീഡ്സിൽ. അപ്പോൾ സൈസ് ഡിഫർ ആവാം, ഷേപ്പ് മാറാം, കളറ് മാറാം, സർഫസ് സ്മൂത്ത്നെസ് മാറാം, അതുപോലെ തന്നെ അതിൻ്റെ വെയ്റ്റിലും സ്പെസിഫിക് ഗ്രാവിറ്റിയിലും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, തിക്നെസ്, സ്റ്റിക്കിനെസ്, ഇതിലെല്ലാത്തിലും എന്താവാം,
ഡിഫറൻസ് ഉണ്ടാവാം. മെഷീൻസ് ആർ അവൈലബിൾ ഫോർ സെപ്പറേറ്റിംഗ് സീഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി മെഷീൻസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ താഴെ പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി സെപ്പറേറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി സെപ്പറേറ്ററിൽ വെയ്റ്റും സൈസും അനുസരിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ ന്യൂമാറ്റിക് സെപ്പറേറ്റർ, റെസിസ്റ്റൻസ് ടു എയർ ഫ്ലോ. എയർ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് ആ സീഡ്സിന് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഒരു ന്യൂമാറ്റിക് സെപ്പറേറ്ററിൽ സെപ്പറേറ്റ് ആവുന്നത്. ദെൻ സ്പൈറൽ സെപ്പറേറ്റർ. സ്പൈറൽ സെപ്പറേറ്ററിൽ സീഡ് ഷേപ്പാണ്. ഇലക്ട്രോണിക് കളർ സെപ്പറേറ്റർ. ഇലക്ട്രോണിക് കളർ സെപ്പറേറ്ററിൽ എന്തോ ആയിരിക്കും, സീഡ് കളർ യൂസ് ചെയ്തിട്ടാണ്. ദെൻ വെൽവെറ്റ് റോൾ സെപ്പറേറ്റർ. വെൽവെറ്റ് റോൾ സെപ്പറേറ്ററിൽ സർഫസ് സ്മൂത്ത്നെസ് അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആവുന്നു. സെപ്പറേഷൻ, ക്ലീനിങ് ആൻഡ് ഗ്രേഡിങ്ങിൻ്റെ ഫിഗേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫാക്ടറിയിലൊക്കെ എങ്ങനെയാണിത് ലാർജ് സ്കെയിലിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഈ ഒരു മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ ഗ്രേഡിങ്, റിമൂവൽ ഓഫ് സ്മോളർ ആൻഡ് ഷ്രിവൽഡ് സീഡ്സ് ഫ്രം ദ വെൽ ഫിൽഡ് ഹെൽത്തി സീഡ്സ്. ഹെൽത്തി സീഡ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് എന്ത് ചെയ്യുന്നു, സ്മോളറും ഷ്രിവൽഡ് ആയിട്ടുള്ള സീഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്നു. ഇൻ ഇന്ത്യ, എയർ ആൻഡ് സ്ക്രീൻ മെഷീൻ ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ് ഫോർ ക്ലീനിങ് ആൻഡ് ഗ്രേഡിങ്. ഇന്ത്യയിൽ എയറും സ്ക്രീൻ മെഷീനും യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ക്ലീനിങ്ങിനും ഗ്രേഡിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്. വിച്ച് യൂസസ് എയർ കറണ്ട് ടു സെപ്പറേറ്റ് സീഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു എയർ ഫ്ലോ ആൻഡ് യൂസസ് സീവ്സ് ഫോർ സെപ്പറേറ്റിംഗ് സീഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എയർ കറണ്ടിന് അനുസരിച്ചിട്ട് സീഡ്സിന് ആ ഒരു എയർ ഫ്ലോ അനുസരിച്ചിട്ട് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും, അതുപോലെ തന്നെ സീവ്സ് ഉണ്ട്, സീവ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സീഡ്സിനെ അതിൻ്റെ സൈസും ഷേപ്പും അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടാണ് എയർ ആൻഡ് സ്ക്രീൻ മെഷീൻ എന്ന് പറയുന്നത്. എയർ ഫ്ലോയ്ക്ക് അനുസരിച്ച് എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതും പിന്നെ അതിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് വെച്ചിട്ടാണ് ഇവിടെ ഒരു ഗ്രേഡിങ് നടത്തുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 2 or 3 സ്ക്രീൻസ്. 2 or 3 സ്ക്രീൻസ് ഇതിൽ പ്രസൻ്റ് ആയിരിക്കും ഈ മെഷീൻസിൽ. ആൻഡ് ദ സൈസ് ഓഫ് ദ സ്ക്രീൻ വേരീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്രോപ്പ്. ക്രോപ്പിനനുസരിച്ചിട്ട് ആ ഒരു സ്ക്രീൻസിൻ്റെ സൈസിന് ഡിഫറൻറ്റ് ഉണ്ടാവും. കാരണം ഓരോ ലാർജ് സീഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പോർസുള്ള സ്ക്രീൻസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്മോൾ സീഡ്സിനാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് വരും. ദെൻ ടെസ്റ്റിംഗ്. ആഫ്റ്റർ ക്ലീനിങ് ആൻഡ് ഗ്രേഡിംഗ്, ദ സീഡ് ലോഡ്സ് ആർ ടെസ്റ്റഡ് ഫോർ ദ പെർസെൻറ്റേജ് ഓഫ് പ്യുവർ സീഡ്, presence of weed seeds, seeds of other crops and inert matter, and for germination. And this process is called as seed testing. അപ്പോൾ ക്ലീനിങ്ങിനും ഗ്രേഡിങ്ങിനും ഒക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സീഡ് ലോഡ്സ് എന്ത് ചെയ്യുന്നു, പ്യുവർ സീഡ്സ് എത്രയുണ്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജിനും, പിന്നെ അതുപോലെ തന്നെ വീഡ് സീഡ്സ് ഉണ്ടോ എന്നുള്ള അതിൻ്റെ പ്രസൻസും, മറ്റ് ക്രോപ്സിൻ്റെ സീഡ്സ് ഉണ്ടോ എന്നുള്ളതും, ഇനർട്ട് മാറ്ററിൻ്റെയൊക്കെ പ്രസൻസ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. പിന്നെ എന്താ, ജെർമിനേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടോ എന്നുള്ളതുമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സീഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് സീരീസ് ഓഫ് ടെസ്റ്റ് വിച്ച് ഡിറ്റർമൈൻ ദ പ്യൂരിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സീഡ്. സീഡിൻ്റെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടെസ്റ്റ്, ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് തന്നെ എന്തുണ്ട് ചെയ്യുന്നുണ്ട്. ഡൺ ഇൻ സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ്. സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസിലാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. Almost every state has a seed testing laboratory which performs the following functions. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിലും എന്തുണ്ട്, ഒരു സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഉണ്ടായിരിക്കും. അത് ഈ ഫോളോയിങ് ഫങ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെസ്റ്റിംഗ് ലബോറട്ടറിയിൽ ചെയ്യുന്നത്. കണ്ടക്ടിങ് റിസർച്ച് ഓൺ സീഡ് ടെസ്റ്റിംഗ് മെത്തേഡ്സ്. സീഡ് ടെസ്റ്റിംഗ് മെത്തേഡ്സിൽ റിസർച്ചുകൾ നടത്തുന്നു. പുതിയ എന്തൊക്കെ ടെസ്റ്റ് കൊണ്ടുവരാം, ഏതൊക്കെ ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെയൊക്കെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻ സീഡ് ടെസ്റ്റിംഗ്. സീഡ് ടെസ്റ്റിംഗ് എങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്സൊക്കെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ്സ് ഫോർ സീഡ് പ്യൂരിറ്റി ആൻഡ് സീഡ് ക്വാളിറ്റി ഫോർ വേരിയസ് ക്രോപ്സ്. പല ക്രോപ്പുകൾക്കും എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും, ഇത് രണ്ടിനും, സീഡ് പ്യൂരിറ്റി ആൻഡ് സീഡ് ക്വാളിറ്റിക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ സീഡ് ടെസ്റ്റിംഗ് ഏജൻസീസ് അല്ലെങ്കിൽ ലബോറട്ടറീസ് ആണ്. സീഡ് ടെസ്റ്റിംഗ് ഫോർ സർട്ടിഫിക്കേഷൻ ആൻഡ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സീഡ് ലാസ് ഓഫ് ദ കൺട്രി. അപ്പോൾ എന്താ, സീഡ് സർട്ടിഫിക്കേഷനും പിന്നെ പുതിയ സീഡ് ലോസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സീഡ് ടെസ്റ്റിംഗ്, ഒരു കൺട്രിയിൽ സീഡ് ടെസ്റ്റിംഗ് നടത്തുന്നത് ഈ ഒരു സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് അല്ലെങ്കിൽ ഏജൻസീസ് ഒക്കെയാണ്.
It's an integral part of every seed certification program, and the agency carry out seed tests on the seed lots presented for seed certification. The seeds have to meet a specified standard before it can be certified and can vary to some extent from crop to crop. അപ്പോൾ ഇതെന്താണ്, ഒരു സീഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഏജൻസി carry out seed test on the seed lots presented for seed certification. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സീഡ് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഏജൻസിയുടെ മുന്നിൽ എന്ത് ചെയ്യുന്നു, സീഡ്സിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നു സീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരാണ് ഇത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു സീഡ് സർട്ടിഫൈ ചെയ്ത് കിട്ടുന്നത്. ദെൻ ദ സീഡ്സ് ഹാവ് ടു മീറ്റ് എ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്. ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റിയിലും പ്യൂരിറ്റിയിലും ഓരോ ക്രോപ്സിനും പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് കിട്ടും. ആൻഡ് ക്യാൻ വേരി ടു സം എക്സ്റ്റെൻറ്റ് ഫ്രം ക്രോപ്പ് ടു ക്രോപ്പ്. അതായത് ഓരോ ക്രോപ്പിനും ഓരോ സ്റ്റാൻഡേർഡാണ് അവർ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യാം, സർട്ടിഫൈ ചെയ്ത് കിട്ടാം. ജനറലി ദ ഫോളോയിങ് ടെസ്റ്റ്സ് ആർ കണ്ടക്റ്റഡ് ടു ഡിറ്റർമൈൻ ദ ക്വാളിറ്റി ഓഫ് ദ സീഡ്സ്. സാധാരണ ഈ പറയുന്ന ടെസ്റ്റൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ജെർമിനേഷൻ ടെസ്റ്റ് ഓർ സീഡ് വയബിലിറ്റി ടെസ്റ്റ്, പ്യൂരിറ്റി ടെസ്റ്റ്, മോയ്സ്ചർ കണ്ടൻറ്റ് ടെസ്റ്റ്. ഈ 3 ടെസ്റ്റും ഒക്കെയാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, സീഡ് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു പ്യൂരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രീറ്റിംഗ്. Before bagging and labeling, the seeds must be treated with suitable fungicides and often in combination with an insecticide. അപ്പോൾ ലാബലിങ്ങിനും ബാഗിങ്ങിനും ഒക്കെ മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സീഡ്സിനെ ട്രീറ്റ് ചെയ്യണം. ഫംഗിസൈഡ്സ് വെച്ചാണ് കോമൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇൻസെക്ടിസൈഡുമായിട്ടുള്ള കോമ്പിനേഷൻ വെച്ചിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ സീഡ് ബോൺ ഡിസീസസ് സച്ച് എസ് ബണ്ട് ഇൻ വീറ്റ്, ഗ്രെയിൻ സ്മട്ട് ഇൻ സോർഗം, സീഡ്ലിംഗ് ബ്ലൈറ്റ് ഇൻ മെയ്സ്, റൈസ്, സോർഗം ആൻഡ് വീറ്റ്, ഫ്യൂസാരിയം വിൽറ്റ് ഓഫ് സോർഗം ആൻഡ് വീറ്റ് എക്സെട്ര. അപ്പോൾ സീഡ് ബോൺ ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനാണ് മെയിനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ബണ്ട് ഇൻ വീറ്റിലെ ബണ്ട് ഡിസീസ്, അതുപോലെ സ്വർഗത്തിലെ ഗ്രെയിൻ സ്മട്ട് ഡിസീസ്, മെയ്സ്, റൈസ്, സോർഗം, വീറ്റിലൊക്കെ വരുന്ന സീഡ്ലിംഗ് ബ്ലൈറ്റ്, അതുപോലെ സ്വർഗത്തിലെയും വീറ്റിലൊക്കെ വരുന്ന ഫ്യൂസാരിയം വിൽറ്റ്. ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then protects seeds from seed and seedling rots caused by Phythium and Rhizoctonia commonly found in soil. സോയിലിൽ കാണുന്ന ഈ ഫൈത്തിയം, റൈസോക്ടോണിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് വരുന്ന സീഡ്ലിംഗ് റോഡ്സ് അല്ലെങ്കിൽ സീഡ് റോഡ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതിൽ നിന്ന് സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഡാമേജ് ബൈ സ്റ്റോറേജ് പെസ്റ്റ്. നമ്മളിത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പെസ്റ്റ് അറ്റാക്കും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊക്കെ സീഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റിംഗ് ആണ്. ദെൻ പ്രൊട്ടക്ട്സ് ഫ്രം ഡാമേജ് ബൈ സോയിൽ ഇൻസെക്ട്സ് ഇൻ ദ ഫീൽഡ്. ദെൻ നമ്മളിത് സോ ചെയ്യുന്ന സമയത്ത് സോയിലിലുള്ള പെസ്റ്റ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ ഇതിനെ ഡാമേജ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രീറ്റിംഗ് ടെക്നിക്കാണ്. There are 2 classes of seed treatment chemicals. Seed treatment chemicalsന് 2 classes ഉണ്ട്, disinfectant and protectants. Disinfectants inactivates the microorganisms present on the surface of the seeds. Example, organomercurial compounds like agrosone GN, serosone, etc. അപ്പോൾ ഡിസിൻഫെക്റ്റൻറ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീഡ്സിൻ്റെ സർഫസിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് ഓർഗാനോമെർക്യൂറിയൽ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള അഗ്രോസൺ GN, സെറസോൺ എക്സെട്ര. ദെൻ പ്രൊട്ടക്റ്റൻസ് എന്ന് പറയുമ്പോൾ ദ പ്രൊട്ടക്ട് സീഡ്സ് ഫ്രം ദ അറ്റാക്ക് ഓഫ് സീഡ് ബോൺ ഓർ സോയിൽ ബോൺ പാത്തജൻസ്. ഇത് സീഡ് ബോൺ അല്ലെങ്കിൽ സോയിൽ ബോൺ പാത്തജൻസിൽ നിന്നൊക്കെ ഉള്ള അറ്റാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അറ്റാക്കിൽ നിന്നാണ് സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ തിരം, ക്യാപ്റ്റൻ, ക്ലോറാനിൽ എക്സെട്ര. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. The chemicals may be applied in the form of dry powder as well as slurry. The latter provides a more uniform coverage and it is commonly used. അപ്പോൾ ഡ്രൈ പൗഡറായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും സ്ലറി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. 2 രീതിയിൽ നമുക്ക് കെമിക്കൽസ് യൂസ് ചെയ്യാം. ഡ്രൈ പൗഡറായിട്ടും അപ്ലൈ ചെയ്യാം, സ്ലറി ഫോം ചെയ്തിട്ട് അങ്ങനെയും അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്ലറി ആയിട്ട് കൊടുക്കുന്നതാണ് യൂണിഫോം കവറേജ്, ഒരേപോലെ സീഡ്സിൽ അപ്ലൈ ചെയ്ത് കിട്ടുന്നതും അതുപോലെ തന്നെ അതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക്.
Then organomercurial compounds are injurious to seeds, particularly to cracked seeds. So it is used only when disease incidence in the seed crop necessitates it, and in crops where seeds are not easily injured, example are rice, wheat, barley, etc., and are not used in maize, bean, peanut, etc. അപ്പോൾ ഈ ഓർഗാനോമെർക്കുറിയൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സീഡ്സിന് ഇഞ്ചൂറിയസ് ആണ്. അപ്പോൾ ക്രാക്ഡ് സീഡ്സിലൊക്കെ പർട്ടിക്കുലർലി നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ അത് എന്താണ് ഹാംഫുൾ എഫക്റ്റ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ സീഡ് ക്രോപ്സിൽ അത് കൊടുത്തേ പറ്റൂ, അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ഇഞ്ചേർഡ് ആവാത്ത, ക്രേക്കൊന്നും വരാത്ത സീഡ്സ്, എക്സാമ്പിൾ റൈസ്, വീറ്റ്, ബാർലി, ഇങ്ങനെയുള്ളതിനൊക്കെയാണ് സാധാരണ നമ്മൾ ഈ ഓർഗാനോമെർക്കുറിയൽ കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ മെയ്സ്, ബീൻ, പീനട്ട് ഇതിലൊന്നും ഇങ്ങനത്തത് യൂസ് ചെയ്യാറുമില്ല. ദെൻ ഈ ഒരു ടേബിളിൽ എന്താ ജസ്റ്റ് ഓരോ ക്രോപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ യൂസ് ചെയ്യുന്ന ഫംഗിസൈഡും പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്ലറി ആയിട്ടാണോ ഡ്രൈ പൗഡറായിട്ടാണോ ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളത്, പിന്നെ അതിൻ്റെ കെമിക്കലിൻ്റെയും വാട്ടറിൻ്റെയും പെർസെൻറ്റേജ് ആ ഒരു ഇതാണ് ടേബിളിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. Then bagging and labeling. The seeds are distributed in appropriate bags. Generally 40 kilogram bags are used and this process is called bagging. അപ്പോൾ സാധാരണ എന്ത് ചെയ്യുന്നു, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാഗ്സിൽ സീഡ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ജനറലി 40 കിലോഗ്രാം വരെയുള്ള ബാഗ്സിലായിരിക്കും ഇത് പാക്ക് ചെയ്യുന്നത്. അതിന് ബാഗിങ് എന്ന് പറയുന്നു. Accurate labeling is important to the purchaser as it provides the necessary information about the seed, and this is mandatory under the Indian Seed Act of 1966. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ലാബലിംഗ് പർച്ചേസറിന് ആവശ്യമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ആ സീഡിനെ കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷനും നമുക്കതിൽ നിന്ന് കിട്ടും. പിന്നെ ഇന്ത്യൻ സീഡ്സ് ആക്ട് 1966 കൊണ്ടുവന്ന ഇന്ത്യൻ സീഡ്സ് ആക്ട് പ്രകാരം ഇങ്ങനെ ലാബിൽ ചെയ്തിരിക്കണം എന്നുള്ളതൊരു ലോ ആണ്. Each bag is labeled with an appropriate label which carries kind of seed, name of variety, purity, percent germination, date of germination test, percent weed seed, percent inert matter, name and address of seller, period of validity of the certification, any other information pertinent to the seed. അപ്പോൾ ഓരോ ബാഗിലും ഇതുപോലെ ഒരു ലാബൽ ഉണ്ടായിരിക്കും. ആ ലാബലിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സീഡ് എന്ത് കൈൻഡാണ്, അതിൻ്റെ നെയിം, വെറൈറ്റിയുടെ നെയിം വേണം, പ്യൂരിറ്റി വേണം, ജെർമിനേഷൻ ടെസ്റ്റ്, അതിൻ്റെ പെർസെൻറ്റേജ്, അതെന്ത് തരം ടെസ്റ്റൊക്കെയാണ് ചെയ്തത്, അതിൻ്റെ ഡേറ്റ് വേണം, പിന്നെ എന്താ വീഡ് സീഡിൻ്റെ പെർസെൻറ്റേജ്, ഇന്നത്തെ മാറ്ററിൻ്റെ പെർസെൻറ്റേജ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെല്ലർ, ദെൻ ഫർദർ ഇൻഫർമേഷൻ, എന്തൊക്കെ ഇൻഫർമേഷൻ സീഡിനെ പറ്റി നമുക്കതിൽ കൊടുക്കണം അതെല്ലാം അവിടെ ലാബലിൽ കൊടുത്തിരിക്കണം. Then the seed bags are stored under conditions that are not detrimental for the seed quality. Seed qualityക്ക് ഒന്നും ദോഷമായിട്ട് വരാത്ത രീതിയിലുള്ള കണ്ടീഷൻസിലായിരിക്കണം നമ്മൾ ഈ സീഡ് ബാഗ്സ് സ്റ്റോർ ചെയ്യുന്നത്. They are stored at a temperature between 15 to 18 degrees Celsius and relative humidity at 30 to 40% remain viable and retain their vigor for much longer period than those stored at a high temperature and relative humidity. അതായത് നമ്മൾ സാധാരണ 15 to 18 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 30 to 40% ആണ് എന്ത് ചെയ്യുന്നത്, സീഡ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഇതിലായിരിക്കും വയബിളായിട്ടും ലോങ്ങർ പീരീഡിൽ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വിഗറസ് നേച്ചർ എന്ത് ചെയ്യുന്നത്, റീറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴായിരിക്കും. ഹൈ ടെമ്പറേച്ചറിലും ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലും സ്റ്റോർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനാണ്. Then the moisture content of the seeds is an important factor affecting the seed survival during storage. ഈ സീഡ് സർവൈവ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇത് സർവൈവ് ചെയ്യാൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സീഡിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ സീഡ്സിനെ പ്രോപ്പർ മോയ്സ്ചർ കണ്ടൻറ്റിലോട്ട് ആ ഒരു ലെവലിലോട്ട് അതിനെ ഡ്രൈ ചെയ്യുന്നത് തന്നെ. സീഡ് മോയ്സ്ചർ ഷുഡ് ബി 10 to 12% ഫോർ സീഡ്സ് സ്റ്റോർഡ് ഇൻ നോൺ വേപ്പർ പ്രൂഫ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. But it should be between 6 to 8% for those packaged in vapor-proof bags or containers.
നോൺ വേപ്പർ പ്രൂഫ് ബാഗ്സിൽ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതിൽ 10-12% ആയിരിക്കണം സീഡ് മോയ്സ്ചർ. വേപ്പർ പ്രൂഫ് ആയിട്ടുള്ള ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലോ സ്റ്റോർ ചെയ്തിരിക്കുന്നതിന് 6-8% വരെ എന്താവും മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ ദ പർപ്പസ് ഓഫ് സീഡ് പ്രോസസ്സിങ്. സീഡ് പ്രോസസ്സിൻ്റെ പർപ്പസ് എന്താണ്? ടു ഇൻക്രീസ് ലോങ്ങിവിറ്റി ഓഫ് സീഡ്സ്. സീഡ്സിൻ്റെ ദീർഘകാലം എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. ഒത്തിരി കാലം നമുക്കതിനെ എന്ത് ചെയ്യാം? പ്രോസസ്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വച്ചേക്കാം. ടു റെഡ്യൂസ് വേരിയബിലിറ്റി ഇൻ വിഗർ ബൈ ഇൻവിഗറേറ്റിംഗ് ദ സീഡ്സ് ആൻഡ് റിമൂവിങ് ദ ലോ വിഗർ സീഡ്സ്. അതായത് ഇതിനെ നമുക്ക് വിഗറസ് നേച്ചർ കൂട്ടാമെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലോ വിഗർ ആയിട്ടുള്ള സീഡ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എല്ലാം എന്തോ ആയിരിക്കും? വേരിയബിലിറ്റി ഇൻ വിഗർ നേച്ചർ കുറയ്ക്കും. അതായത് കാരണം എന്താ? എല്ലാം ഒരേ വിഗറസ് കണ്ടീഷൻ അല്ലെങ്കിൽ വിഗറസ് നേച്ചർ ആയിരിക്കും കാണിക്കുന്നത്. ലോ ആയിട്ടുള്ളതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നതുകൊണ്ട്. ടു ഇംപ്രൂവ് ദ യൂണിഫോമിറ്റി ഇൻ സീഡ് ഷേപ്പ് ആൻഡ് സൈസ് ഓർ ബൈ ഗ്രേഡിങ്. സീഡ് ഷേപ്പിൻ്റെയും സൈസിൻ്റെയും യൂണിഫോമിറ്റി നമ്മൾ ഗ്രേഡിങ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരേ ഷേപ്പിലും സൈസിലുള്ള സീഡ്സ് ആയിരിക്കും നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടു ഒബ്റ്റൈൻ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് പ്യുവർ സീഡ് വിത്ത് മാക്സിമം ജെർമിനേഷൻ പൊട്ടൻഷ്യൽ. മാക്സിമം ജെർമിനേഷൻ പൊട്ടൻഷ്യലുള്ള പ്യുവർ സീഡ്സിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് മാക്സിമം ആയിരിക്കും കിട്ടുന്നത്. അതായത് എന്താ? നമ്മളിവിടെ നല്ല സീഡ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഡാമേജ്ഡ് ആയിട്ടുള്ളതും മറ്റുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ കിട്ടുന്ന മാക്സിമം സീഡ്സിന് എന്തായിരിക്കും? ഹൈ ജെർമിനേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. ദെൻ ടു ഒബ്റ്റെയിൻ ഗുഡ് ക്വാളിറ്റി സീഡ്സ്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്, ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഒബ്റ്റെയിൻ ചെയ്യുക. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് സീഡ് പ്രോസസ്സിംഗ്. In addition to enhanced purity, health and germination, well-cleaned and good quality seeds have other benefits, all of which increase their market value. അപ്പോൾ ഈ പ്യൂരിറ്റി, കൂടുതൽ പ്യൂരിറ്റി, എൻഹാൻസ്ഡ് പ്യൂരിറ്റിയും ഹെൽത്തും ജെർമിനേഷനും പിന്നെ ഒക്കെ തരുന്നുണ്ടെങ്കിലും ഇതൊക്കെ പോരാതെ എന്താണ്? വെൽ ക്ലീൻഡ് ആൻഡ് ഗുഡ് ക്വാളിറ്റി സീഡ്സിന് മറ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താ? ഇംപ്രൂവ്ഡ് വിഷ്വൽ അപ്പിയറൻസ്, റെഡ്യൂസ്ഡ് സീഡ് റേറ്റ്, യൂണിഫോം എമർജൻസ് ആൻഡ് ക്രോപ്പ് സ്റ്റാൻഡ്, ഹൈ ഈൽഡ് ആൻഡ് ലോങ് ഷെൽഫ് ലൈഫ്. അപ്പോൾ എന്താ? വിഷ്വൽ അപ്പിയറൻസ് ഇംപ്രൂവ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ സീഡ് റേറ്റ് കൂടുതലായിരിക്കും. യൂണിഫോം എമർജൻസ് ആൻഡ് ക്രോപ്പ് സ്റ്റാൻഡ്. നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന സീഡ്സ് അതേപോലെ നമ്മൾ സോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ജെർമിനേഷൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്രത്തോളം നമുക്കത് നല്ല പുതിയ പ്ലാന്റ് കിട്ടും, ക്രോപ്പ് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ റേറ്റൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ പ്രോസസ്ഡ് സീഡ്സ് ആണെങ്കിൽ നമുക്കറിയാം അതിൽ എത്ര പെർസെൻറ്റേജ് ജെർമിനേഷൻ റേറ്റ് ഉണ്ട്. അതിൽ മാക്സിമം ജെർമിനേഷൻ റേറ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം സീഡ് എമർജ് ചെയ്ത് വരും. അത്രയും സീഡ്സിനും ഹൈ ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ആ ഹൈ ക്വാളിറ്റി എല്ലാ സീഡ്സിലും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈൽഡ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ലോങ് ഷെൽഫ് ലൈഫ് ഉള്ളതായിരിക്കും ഈ ഒരു സീഡ്സും ക്രോപ്സും എന്ന് പറയുന്നത്. താങ്ക് യു.